ാണോ മറ്റേതാണോ ഷീൽഡ് അറിയാതെ മാപ്പിന് എം ഞെക്കിയടാ പബ്ജിയുടെ മസിൽ മെമ്മറിയിൽ റീഫ്രഷോ എം ആണ് എന്റെ റീഫ്രഷ്. ഞാനിപ്പോ എം ആണ് ഫുള്ള് ആക്കിക്കൊണ്ടിരിക്കണത്. അണ്ണാ ഞാൻ ക്യൂ ചെയ്യൊക്കെ നിക്കണ് കണ്ണെടുത്തിട്ട്. എനിക്ക് പബ്ജി കളിച്ചിപ്പോ മസിൽ മെമ്മറി എം ആ വരണേ. ഇപ്പൊ എൻട്രി ഫ്രീ എത്രയാണ്? എൻട്രി ഫീ ഒന്നും ഇല്ലടാ, ഫ്രീ 16 സെക്കൻഡ്. 15 സെക്കൻഡ് ഒക്കെ എവിടെ കാണിക്കും നിങ്ങക്ക്? 9 സെക്കൻഡ്, 8 സെക്കൻഡ്, 7, 6, 5, 4, സ്റ്റാർട്ട് ആയില്ലല്ലോ. ഇത് നിങ്ങളൊക്കെ പോയോ? ഞാൻ വന്നാ ഞാൻ വീണ്ടും സ്റ്റാൻഡിലുണ്ട് ജയില്. ഞാൻ ഇന്നലെ അണ്ണൻ ഇറങ്ങിയ സ്ഥലത്തുണ്ടെന്നാ. ഞാൻ എവിടെയാണെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഞാൻ സോണിന് വെളിയിലാന്ന് 50, 22 ഉണ്ട്. ഞാൻ ഷോക്കടിച്ച് മരിച്ചു ഞാൻ. ഇല്ല ഞാൻ ഇവിടെ എത്തിയടാ. ഞാൻ മറ്റേ എന്റെ കൂടെ വല്ലതും ഉണ്ടോ? ഈ മുന്തിരിക്കള്ളാണോ മറ്റേതാണോ ഷീൽഡ്? മുന്തിരിക്കുള്ള ഷീൽഡ് മാരുതി 800 എനിക്ക് കിട്ടിയ. ഇത് എന്തൊരു മാരുതി 800? ഞാൻ ഇവിടെ സൈക്കിളില്. അണ്ണനെ കിണ്ണം വേണ്ടിയാണ്. എടാ അവിടെ തന്നെ അല്ലേ? എടാ എവിടെ റീഗ്രൂപ്പ് ചെയ്യണ്ട? ഒരു കാര്യം പറയട്ടെ, ചർച്ച ഞാനുണ്ടേ. എടാ ഇതിലേതാടാ മറ്റേത്? മുന്തിരിക്കട ജയിലിൽ നിൽക്കുന്നവരാ? എന്റെ പിങ്ങിലോ പിങ് ആണല്ലോ. റേഡിയോ കയറട്ടെ. കേട്ടോ ഞാൻ അവിടെ തന്നെയാണ്. വണ്ടിയെ പോണ നീ അല്ലേ? അതെ ഇതെന്ത് വണ്ടി? ഇൻവെന്ററി ഓപ്പൺ ആവുന്നില്ലടാ എനിക്ക്. എടാ റീഗ്രൂപ്പ് ആവണ്ട എവിടെയാണ്? പറഞ്ഞോ 5022. ഞാൻ അവിടെ ഇപ്പണ്ട് 5022 റേഡിയോ കയറാം എല്ലാവരും. എന്റെ അടുത്തൊന്നും ആരും ഇല്ലല്ലേ? 5 മിനിറ്റ് കഴിഞ്ഞ് അടി തുടങ്ങും. ഹലോ കേക്കാവോ? എടാ ഫ്രണ്ടിൽ വണ്ടി എടുക്കാൻ വരുന്നത് ആരാടാ? പോലെ എടാ 5000 ആരാ നിക്കുന്നത്? 5000 പോലെ 5000 പോലെ. ഹലോ ഹലോ സോൺ എങ്ങോട്ടാ പോണെന്ന് നോക്കടാ സ്നൈപ്പേ. സാൻഡിലോട്ടാടാ. നമുക്ക് മാഫിയ ഉണ്ട് കേട്ടാ. മാഫിയ ഇവിടെ ഉണ്ട് കേട്ടാ. എവിടെയാ? വേറൊരു പോയിന്റ് ഞാൻ പറയാം. അല്ല ഞാനൊരു പോയിന്റ് പറയാം. 5001 കണ്ട 4001 കണ്ട. എടാ നിങ്ങൾ ഇങ്ങനെ കോളും പെട്ടെന്ന് മാറ്റി പറയുന്നത്. അല്ലടാ സോൺ അടിക്കാൻ മറ്റേ ഹൈവേ എടാ, പലേറ്റോ ഹൈവേ ഇല്ലേ? സിറ്റി ടു പലേറ്റോ ഹൈവേ പോണേ. പെട്ടെന്ന് പറഞ്ഞ എങ്ങോട്ടാണ് നമ്പർ പറഞ്ഞേ? ഇതെന്തൊരു മറ്റേ യൂ ടൂൾസ് പോകുന്ന വഴി ഇല്ലടാ ഹൈവേ? ആ വഴി അങ്ങോട്ടോ എല്ലാരും. 4001 അവിടെ. 2 കണ്ണ്. ഇപ്പൊ എല്ലാരും എവിടാണ്? അവിടെ ഞാനും വല്യമാനും ഒരുമിച്ചുണ്ടേ. സാവേജ നീ എവിടെ? ഒരാള് ഞാൻ ഇറങ്ങി. എല്ലാരും അങ്ങോട്ടോ. ഈ ചുമന്ന വണ്ടി ആരാ? 4001 അല്ലേ മാർക്ക്? ചുമന്ന വണ്ടി ആരാടാ? ഹലോ കോൾ കേൾക്കുന്നില്ലേ? ചുമന്ന വണ്ടി 4001. വെയിറ്റ് ഞാൻ എടുത്ത് നോക്കട്ടെ. ഇത് മാരുതി മാത്രമേ കിട്ടുള്ളൂ. ഫൈനൽ മാച്ച് ആണ്. എന്താണ് ഫൈനൽസ്? പറ്റാതെ പെട്ടെന്ന് വേട്ടാ എല്ലാരും. എടാ ഇവിടെ വേറെ ടീം വരുന്നുണ്ട് കേട്ടാ. എടാ എനിക്കൊരു 900 മീറ്റർ ഇതാ വരുന്നു. അവിടെ ആരൊക്കെയുള്ള നമ്മുടെ മഞ്ഞ വണ്ടി അളി എന്റെ വണ്ടിയാണ് അതൊക്കെ. എന്റെ വണ്ടി വെക്കണ എന്റെ വണ്ടി. ഗണ്ണ് റീലോഡ് ചെയ്യണേ നിങ്ങള്. ഗണ്ണ് റീലോഡ് ചെയ്യണം വണ്ടി ഇറങ്ങിട്ട് കുറച്ച് മാറുന്നുണ്ട്. അടുത്ത ആരെങ്കിലും 2 ഗണ്ണ് റീലോഡ് ചെയ്യും.
എന്റെ വണ്ടി കണ്ടോ? എന്റെ വണ്ടി അത് അവരെടുത്ത് പറ. അത് എന്റെ വണ്ടി കിടിലം വണ്ടി കണ്ടോ? ആ ഇതുവരെ കൊണ്ടല്ലേ ഇവിടെ. അണ്ണ ഇത് എനിക്ക് കിട്ടി. എന്റെ വണ്ടി നോക്കണ അണ്ണൻ വന്നവിടെ. ആ വന്നു വന്നു. എവിടെ എവിടെ എന്റെ വണ്ടി ഏതാ? അങ്ങോട്ടൊരു മഞ്ഞ വണ്ടി ഇതെന്താ സാധനം? നീ എവിടെ? എടാ മോബി ഗ്രോസ് കളിക്കണോ മറ്റേ കളിക്കണോ നല്ലത്? KV ഉണ്ട് നമ്മുടെ റൈറ്റ്. അണ്ണനെ ഇഷ്ടമുള്ള ഒരു ഗൺ വെച്ച് കളിച്ചോ. നീ എവിടെ നിക്കുന്നത്? എടാ നമ്മൾ പെട്ടെന്ന് മാറിയാതെ ഇവിടുന്ന് ചിലപ്പോ ഇവിടെ ഫൈറ്റ് ആവും. ഇവിടെ അടുത്ത ഏത് ടീമാ നിക്കുന്നേ? ഈ അറ്റത്തോട്ടോ ഈ പിങ്ങിലോട്ടോ. മാർക്കിലോട്ട് പോകാം. എടാ ഞാൻ ഏത് വണ്ടി കയറണോടാ? ഞാൻ പറയണില്ലടാ, റോഡ് സൈഡ് റിച്ച് ഇല്ലടാ മോബി, അവിടെ കളിക്കാം നമുക്ക്. ഈ റിച്ച് ഇവിടെ ജയിലിന്റെ ഇവിടെ താഴെ പണ്ണം വേണമെങ്കിൽ പണ്ണം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വേണ്ട, നമുക്ക് ഈ റിച്ച് കളിക്കാം. ഈ റിച്ച് കളിക്കാം, ഇവിടെ കളിക്കാം. അതല്ല, താഴെയുള്ള വണ്ടികളേതാ? താഴെയുള്ള വണ്ടികളേതാ? അറിയില്ല. ആ താഴത്തെ കുറെ വണ്ടി വരുന്നു. അമ്മ അടിക്കാം. എനിക്ക് വന്നു എന്നാ കൊടുത്തു. അവിടെ വരെ എത്തൂലടാ. അമ്മ ഇങ്ങോട്ട് വരുവായിരുന്നോടാ. നമ്മുടെ ബാക്കിലൊരു വണ്ടി ഉണ്ട്, ബാക്കിലൊരു ടീം ഉണ്ട്. ഗണ്ണ് റീലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണേ. ഈ സൈഡ് നോക്കി. മണ്ടയ്ക്ക് കണ്ട് നമുക്ക് പയ്യെ കളിക്കാം. സ്നൈപ്പ് എവിടെ? എന്റെ അടുത്തിട്ടൊന്നേ. എന്റെ ലൈഫേ ഉള്ളടാ. പക്ഷെ ഇതിനകത്ത് വണ്ടികൾ ഭയങ്കര പിഴച്ച വണ്ടിയാ കഴി, സത്യം പറയാലോ. ഓഫ് റോഡ് എങ്ങും കേറൂല്ല. ഇതാ ഭയങ്കര പ്രശ്നമല്ലേ നമുക്ക് മാത്രമല്ല. അതുകൊണ്ട് ഈ വണ്ടി മറിയാൻ ഭയങ്കര ചാൻസ് കൂടുതലാ. 1 2 3 4 5 6 7 8 9 10 റേഡിയിലുണ്ട്. പയ്യെ നമുക്ക് ഇവിടുന്ന് മൂവ് ആവണം കേട്ടോ. എല്ലാരും വണ്ടി കയറി. സോൺ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്. ബോക്കിനടുത്ത് വണ്ടി കയറാൻ പറ തൽക്കാലം. ആരുടെ വണ്ടിയില് വണ്ടി കയറാ എല്ലാരും. ഇതെന്താ റേഡിയോയിൽ ആരും സംസാരിക്കുന്നില്ലേ? ഹലോ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എടാ ഈ ലൈഫ് എത്രയുണ്ട്? 2 രണ്ടെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഫൈനൽസിൽ 2 ഉള്ളെന്ന് തോന്നുന്നു. എടാ ഞാൻ മോബി ആ ബ്രിഡ്ജിലോട്ട് വിടണേ ലെഫ്റ്റ് പിടിച്ചു പോകേണ്ടി വരും മോബി. ഹ്യൂമരെല്ലാം അടിക്കും. നമുക്ക് എന്നാ ലെഫ്റ്റ് പിടിച്ച് കറങ്ങാം. എല്ലാരും ലെഫ്റ്റ് മറ്റേ ഈ വഴി നമുക്ക് യൂ ടൂൾ സൈഡിലോട്ട് പോവാം. ടീമിന്റെ വായിലോട്ടാ. നീലനൊക്കെ വേറെ ഇവിടുന്ന് റൈറ്റ് ഇറ. നമുക്ക് കേറി പോയി ഫൈറ്റ്. എടാ 3 ലൈഫ് തന്നെ എന്തോ ഉണ്ട് കേട്ടോ. ഇന്നലത്തെ ഞാൻ എടുത്ത് നോക്കി 2 ലൈഫ് തന്നെ. ഇത് ഇങ്ങനെയാടാ, ലൈക്ക് ഇപ്പൊ ഒരു ലൈഫ് ആണല്ലോ, നീ 2 ലൈഫും കൂടെ. എടാ ഞാൻ ഒന്ന് ഇറങ്ങി കയറണേ. ഞാൻ എന്നെ ഇവിടെ നിൽക്കണേ. ഞാൻ ഒന്ന് ഇറങ്ങി കയറാം. ഞാൻ എടാ ഇവ എവിടെന്ന് ഇറങ്ങി കയറിയാലും ഓട്ടോമാറ്റിക്കലി പിന്നെ വരും ആകാശത്തുനിന്ന്. അവര് പിന്നെ അങ്ങനെ വരത്തോളൂ. ഞാൻ അങ്ങനെയായിരുന്നു. നീ ഇറങ്ങിയായിരിക്കോ. എടാ നമുക്ക് സ്നൈപ്പ് എങ്ങോട്ട് പിടിക്കണ്ടേ? നമ്മള് DSC ബ്രിഡ്ജ് പിടിക്കാനാ. ഓക്കെ ബ്രിഡ്ജ് നമുക്ക് ബ്രിഡ്ജ് പിടിക്കാം. ഫ്രണ്ട് ബ്രിഡ്ജ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നത്. പണ്ടൊക്കെ ആൾക്കാർ മയില് എവിടെ നമുക്കൊരു കാര്യം ചേട്ടാ. സ്നൈപ്പ് ഈ മല എടുക്കാം. ഈ മല ഓപ്പോസിറ്റ് മലയല്ലേ? ഇവിടെ ഈ ബാക്കിലല്ല, മുമ്പിലുള്ള അവിടെ ആരും പിങ് വരുന്നില്ല. അല്ല ഇപ്പൊ ഇവിടെ കറണ്ട് നിക്കടാ. സോണ് വരുമ്പോ നമുക്ക് മൂവ് ആയി തുടങ്ങാം. അതായിരിക്കും അല്ലെ നമുക്ക് ഈ ഷോപ്പ് കളിക്കണല്ലേ നല്ലത്. ഈ ഷോപ്പ് ഇപ്പൊ കറന്റ്ലി D ആണ് ഓൾമോസ്റ്റ് സെന്റർ.
ചിലപ്പോ അത് മാറും. അത് ഷിഫ്റ്റ് ആവും, അത് ഉണ്ടോ? ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഇപ്പൊ ഉണ്ട്. പിടിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോ തൊട്ട ലെഫ്റ്റിലുണ്ട്, നമുക്ക് ഇവിടെ തന്നെ എടാ കളിച്ചാൽ നിന്റെ ആർക്കെങ്കിലും ഈ FPS പടപടെ പിടിക്കുന്നുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എന്തോ ഉണ്ട്. അത് ഈ ആൾക്കാര് കൂടുമ്പോ ആയിരിക്കും. എടാ മോബി ഈ ഷോപ്പ് വിളിച്ചല്ല, ഈ ഷോപ്പ് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഇവിടെ കയറി ഇരിക്കാൻ പറ്റും. രണ്ടുപേർക്ക് കയറി നേരം അവന്മാര് വരുവാണെങ്കിൽ ഇവിടെ പക്ഷെ ഇതാടാ ബാങ്ക് കുറച്ച് ഓപ്പൺ ആണ്. ബ്രിഡ്ജ് തന്നെ കളിക്കാടാ. ബ്രിഡ്ജിലെ സോം വന്നത് നീ നോക്കിക്കേ. ബ്രിഡ്ജ് വരുവാണെങ്കിൽ എന്തായാലും ബ്രിഡ്ജ് നമ്മള് ബ്രിഡ്ജിൽ നിന്നാലേ വേറൊരു പ്രശ്നം സ്നൈപ്പേ, നമുക്ക് ഭയങ്കര തേർഡ് പാർട്ടി കിട്ടൂടാ. ഇപ്പൊ ഷോപ്പിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മളിപ്പം കറലി ഒരു റിഡ്ജ് പിടിച്ച് കളിക്കുന്നതായിരിക്കും ബെറ്റർ. റിഡ്ജ് കിട്ടിയാൽ അവിടെ പയ്യെ മുമ്പോട്ട് കയറി കളിക്കുന്നതായിരിക്കും നല്ലത്. അടിച്ചങ്ങ് ജയിക്കുന്ന എനിക്ക് പ്രശ്നമില്ല. 0 ഡിലേ ലേറ്റൻസിലാ ചെയ്യുന്നത്. അങ്ങനെ കളിച്ച് അടിച്ചവന്മാരൊക്കെ ജയിച്ചോട്ടെ. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി മറ്റേ എക്സ്ട്രീം ട്രൈ ഹാർഡ് ഇവരെ വെക്കാൻ വേണ്ടിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കളിച്ചത് മെയിൻ ആയിട്ട്. നമുക്ക് ബ്രിഡ്ജ് ഇവിടെ എളുപ്പമാണ്. ലൈക്ക് ഈ ഏരിയ ആയിട്ട് കളിക്കാം, ഈ പിങ്ങിട്ട ഏരിയ ആയിട്ട് കളിക്കും. റെയിൽവേ ഇവിടെ ഇറങ്ങിക്കോട്. അവര് റെയിൽവേന്റെ അടിയിൽ കൂടി പോണ്ട. മിക്കവാറും നമ്മളിറങ്ങിയേ വരാവോ നിങ്ങള്? മാഫിയാണെന്ന് തോന്നേ. മാഫിയ അമർ പുഷ് ചെയ്യാം മിക്കവാറും. നിങ്ങളൊന്ന് വന്ന എല്ലാരും. അമ്മ ഇപ്പൊ ഞാൻ പറയണേ ഈ വണ്ടിനെ ഒറ്റക്ക് പിടിയാണ്. ഈ വണ്ടീനെ ബാക്കി എല്ലാരും തിരിച്ചേറ്. മാർക്കുള്ള ഒരു വണ്ടി വണ്ടി പോയാൽ ഞാൻ പിടിച്ചു. പെട്ടെന്ന് കേറി എല്ലാരും പെട്ടെന്നോ കേട്ടോ. ഇപ്പൊ ഒരു ചത്ത കണ്ടോ ഗൈസ്? അടുത്തൊന്നും റീലോഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, അതാ പ്രശ്നം. എടാ അവന് മേളോട്ട് കേറാൻ പറ്റണല്ലോടാ വണ്ടിക്ക്. ഞാൻ പറയട്ടെ, അവന്മാരിപ്പം ബൈഫോട്ടാണ് നിങ്ങളെല്ലാരും കൊണ്ടുവന്ന ഈ മാർക്ക് നമ്മുടെ ആൾക്കാർ ഇവരെ ഞെക്കി വിട്ടാലോ ഇവിടുന്ന്. ഞെക്കാൻ പറ്റുമോ? ഞെക്കടാ, അതാ ഇരിക്കുന്നടാ അവൻ. ഞങ്ങള് ബ്രിഡ്ജെത്തി. വാ ഇങ്ങോട്ട് വാ. അണ്ണ മണ്ണെ കുത്തിക്കും, അണ്ണ മണ്ണെ കുത്തിക്കും. അവിടെ എല്ലാരും ഇവിടെ പാടാണ്ട്. ഇപ്പൊ വേണമെങ്കിൽ ആ ഗ്യാപ്പ് വേണമെങ്കിൽ അവന്മാരുടെ ഹൈറ്റ് എടുത്തു. ടയർ കൂട്ടി നമുക്ക് ഇനി വണ്ടി പോയി തപ്പേല് പറഞ്ഞുകൂടി. റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ വേറെ വണ്ടി എടുക്കാം, വേറെ വണ്ടി എടുക്കാം. യൂട്യൂബ്സിന്റെ യൂട്യൂബ്സിന്റെ ഫ്രണ്ട് അവന്മാർക്ക് വണ്ടി എടാ റിപ്പയർ കാണിക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. റിപ്പയർ ഉണ്ടല്ലോ. റിപ്പയർ പറ്റൂ. റിപ്പയർ ഐക്കൺ കാണിക്കുന്നുണ്ട്. വണ്ടി വെച്ചെടുക്കാൻ പറ്റും. വേണ്ട ഞാൻ വേറെ വണ്ടി എടുക്കാം ഇവിടുന്ന്. വണ്ടി എടുക്കാം, പുതിയ വണ്ടി എടുക്കാം. അല്ലെ ഇവിടെ നിർത്തിയാ ഞാൻ വണ്ടി എടുത്തിട്ട് അവന്റെ തമ്മിലിടിക്കല്ലേ. അവനെന്നെ പാപ്പിച്ചെന്ന്. എനിക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ഞാൻ ഓടിക്കും. നിന്റെ വണ്ടി ഒന്നല്ല ഞാൻ എടുത്ത് ഓടിച്ചേക്കുന്നേ. വണ്ടി എടുത്ത് മാറാം. ഇവരെ കേറാൻ വേണ്ടി അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാരും യൂട്ടൂൾസ് വരുമോ? നിങ്ങൾ യൂട്ടൂൾസ് ആണോ? ഞാൻ നിങ്ങളുടെ ബ്ലിപ്പില് വണ്ടി കൊണ്ടുവന്നു. അവൻ ടീവിയുടെ ലീഡർ ആണല്ലോ അവൻ. മൈനിങ് അവിടെ വണ്ടി എടുത്തിട്ടോ. അവന്റെ അടുത്ത് ആളുണ്ട്, ഇവനെ പോയി എടുക്കാൻ പെട്ടെന്ന്. നിങ്ങൾ നിങ്ങളെവിടെ അങ്ങനെ എല്ലാരും കൂടെ അലക്കാതെടാ. ഒരു മിനിറ്ററാ. അവനെ കിട്ടി അലക്കണ്ട. എല്ലാരും കൂടെ ഇങ്ങനെ കിടന്നതാണ്. പിക്ക് ചെയ്തോ അവനെ? ഞാൻ വന്നു. വണ്ടീന്റെ അവിടെ അല്ലേ ഇറങ്ങിയത് കോക്കു? ഞാൻ ഇവിടെ മൈനിങ്ങിലൂടെ വണ്ടി എടുക്കും. ഓ ഈ സ്റ്റക്ക് മയില് ഫൈറ്റ് എടുക്കും. എനിക്ക് അടികൊണ്ടില്ല. അടിച്ചോടാ, അടിച്ചോ. ചുമ്മാ ഈ പറയാൻ പറ്റൂല. അവന്മാരുടെ പിയോല് ചിലപ്പോ കിട്ടിയാലോ. എടാ പ്ലെയിൻ ക്രാഷിൽ പ്ലെയിൻ ക്രാഷ് ഓൾറെഡി ഹോൾഡിംഗാ. പ്ലെയിൻ ക്രാഷ് ഹോൾഡിംഗാ.
ആര് ബോഗ് കളിക്കുന്ന കളിക്കണം അളിയാ. നിങ്ങൾക്ക് ഒരു ക്രോസർ ഇരുന്നോട്ടെ. നമുക്ക് തിരിച്ച് യൂട്ടൂൾസ് വിടാടാ, യൂട്ടൂൾസ് കളിക്കണം. സോം വന്നത് എനിക്കൊന്നും യൂട്ടൂൾസിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണെന്ന് തോന്നുന്നത്. അത് നോക്കിയാൽ അവിടെ പോയി നോക്കാൻ പറ്റുമോ അങ്ങോട്ട് പോവാണെങ്കിൽ? അതെ അതെ അങ്ങനെയാണ്. നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മള് ഈ മാഫി നേരത്തെ ഹോൾഡ് ചെയ്ത മൈനിന്റെ ഇതില്ലേ ഹൈറ്റ്, ആ ഹൈറ്റ് തന്നെ എടുക്കാടാ. അവിടുന്ന് പയ്യെ പിന്നെ മുമ്പോട്ട് വന്നിട്ട് കളിച്ചാ പോരെ. നീ ഒരു കാര്യം ശ്രദ്ധിച്ച, യൂട്ടൂൾസിന്റെ ഇവിടുന്ന് സോൺ അങ്ങോട്ട് അനങ്ങുന്നില്ല ഇങ്ങോട്ട്. ഞാൻ നോക്കട്ടെ ഞാൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ഇല്ല അനങ്ങുന്നുണ്ട് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ജീമല നിക്കണോ? അപ്പൊ ഇങ്ങോട്ട് തന്നെ വാടാ, പിങ്ങിലോട്ടോ എല്ലാരും പിങ്ങിലോട്ടോ. എടാ നമ്മൾ ഇതുവരെ കളിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു ഗ്രൂപ്പിൽ എത്ര ടീം വെച്ചിട്ടായിരുന്നു? 6 ആയിരുന്നു, അല്ലല്ലോ അതിൽ കൂടുതലല്ലേ? ഇവിടെ ഇപ്പോഴും ടീമുണ്ട്. ആ പിങ്ങിൽ ഇപ്പോഴും ടീമുണ്ട്. ഞാൻ ലോങ് പിങ് ഇട്ടാണ്ട് ആ പിങ്ങില് ടീമുണ്ട്. നമുക്ക് ലെഫ്റ്റ് ഇയർ ആണ്. ലെഫ്റ്റ് ഇയർ ആരാളിയാ ബോഗ് കളിക്കുന്ന ഇപ്പളേ? ല്ലേ, അപ്പൊ എല്ലാരും ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കണം. നമുക്ക് ഇവന്മാരെ കുത്തിയോണ്ട് ടയർ മൊത്തം അടിച്ചാൽ എന്തൊരു പറയണേ, അല്ലെങ്കിൽ ഇവന്മാരെ നമുക്ക് ഡിസ്റ്റർബൻസ് ഇതാവും. ഹൈറ്റ് എടുത്ത് കളിക്കാം. ട്രാക്കിലൊരു വണ്ടി വേണമെങ്കിൽ കുത്തി അടിക്കാം. പോവാം. ആദ്യം ഹൈറ്റ് എടുത്തിട്ട് ക്ലിയർ ചെയ്തിട്ട് താഴോട്ട് പോവാ കേട്ടാ. പിങ്ങട്ടെ എവിടെയാണ് കറക്റ്റ് എങ്ങനെ കയറുന്നേ? വേറൊരു ടീം കൂടി പെട്ടെന്ന് മുകളിൽ കൊണ്ടേ കുത്തിക്ക്. ഇവിടെ ഹൈറ്റ് വാ. എന്റെ ഹൈറ്റ്. ഓ ബാക്കിലല്ലേ? ആ ഓക്കെ, അങ്ങനെ പറ. വണ്ടി അടിക്കൂ. ഈ വണ്ടി പോന്നെ ഇത് എനിമിയാ. സോം വന്നത് റൈറ്റ് വഴി ആയിട്ടാണ്. എന്ന് വെച്ചാൽ മോബി പറഞ്ഞ മറ്റേ മലയില്ലേ, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? വണ്ടി ഒന്ന് എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയേട്ടാ. നിങ്ങളിപ്പോ ഒരു ടീം ഇറങ്ങി വരുന്നെന്ന് പറഞ്ഞില്ലേ? ഞാൻ അവര് നിങ്ങളെന്ന് വിചാരിച്ച അവരുടെ കൂടെ 1 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. പെട്ടെന്ന് മണ്ടയ്ക്ക് ടീം വരുന്നത്. പിങ്ങട്ടറാ നമ്മുടെ യൂട്യൂബ്സിന്റെ ഓപ്പോസിറ്റ് മണ്ടയ്ക്ക്. ആ പച്ച വണ്ടി നീയാണല്ലേ? ഇതില് ഗ്യാങ് വണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. എന്നെ ഒന്ന് കൊണ്ടുപോടാ, 800 കേറുന്നില്ല. അങ്ങോട്ട് കേറ്റടാ ആശേ. ഷോപ്പിന്റെ ടീമുണ്ട്, 2 ടീം. ഇവരിപ്പോ ഫൈറ്റ് ആവും. നമുക്ക് വേണമെങ്കിൽ പിക്കിന് വേണ്ടിട്ട് എടുക്കണമെങ്കിൽ തേർഡ് പാർട്ടി. എടാ ഈ താഴത്തെ റിച്ച് ഒരു വണ്ടി ഇങ്ങോട്ട് വരുവാണല്ലോ അവര്. അടിച്ചു വിട്ടോ. റൈറ്റ് പോണ് കറങ്ങി നമ്മുടെ അപ്പുറ സൈഡിൽ കൂടെ കയറാൻ ബുദ്ധിമുട്ടി കേറിയപ്പം ഇവിടുന്ന് ഇറങ്ങുമല്ലേ? എടാ നമ്മുടെ മണ്ടേ കയറാ. ടോപ്പിലോട്ട് ഇവിടല്ലേ കേട്ടോ? ടോപ്പ് ഇവിടല്ലേ? ഇല്ല ടോപ്പിൽ ഞാൻ ഇവിടെ കറങ്ങി അപ്പുറത്തെ മല കയറുവാണേ. നമ്മുടെ ചിലപ്പോ ബാക്കിൽ വരും. ചിലപ്പോ ഈ ടോപ്പ് നോക്കിയില്ല നമുക്ക് കയറി. ഈ ടോപ്പ് വരുവാണെങ്കിൽ നേരെ ടോപ്പിലോട്ട് കയറിയതാണ്. അവര് വരത്തില്ല. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ബഗ് ബഗ്ഗായെന്ന് പറഞ്ഞാ മറ്റേ വീട് താഴെ കൊക്കയിലോട്ട് മൊത്തടി താഴ്ച പോയതാരാ? ഓക്കെ അല്ലേ നീ? ഒരു വണ്ടി കയറി വരുന്ന റൈറ്റ് ചെയ്യുന്നത്. 4 വണ്ടി കയറി ഹൈറ്റിലോട്ട് മറ പറ്റേ നിങ്ങക്ക് മാറാൻ ഇവിടെ വെയിറ്റ് എടുക്കും. ഈസിയാണ് ഇവിടെ. വലിഞ്ഞോ അതോ ഇവിടെ തന്നെ നിൽക്കുമല്ലേ? ഇവിടെ തന്നെ എടുക്കണ്ടായിരുന്നല്ലോ. ഞാൻ അവിടെ തന്നെ അവര് തിരിച്ചു പോയി. 2 പേരുള്ള മൂവി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ബാക്കപ്പ് അല്ല നമ്മൾ എവിടെ പെട്ടിരിക്കുന്നേ? ഞങ്ങളിവിടെ ഓടിയെത്തി. ഓടിയെത്തി. ഞാൻ വന്ന് പിക്ക്. എടാ ഒരു കാര്യം പറയട്ടെ, അവര് നേരെ കൊണ്ടുവന്ന് കുത്തും. എല്ലാരും ഇറങ്ങി അടിച്ചേ. എല്ലാരും ഇറങ്ങിക്കൊള്ളാം. ആരും വലിയ നിക്കണ്ട. അവര് നേരെ കൊണ്ടുപോകും.
എടാ നമ്മുടെ എല്ലാരും മറ്റു 2 പയ്യന്മാർ പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ വണ്ടിക്ക് സ്ഥലം ഉണ്ട് കേട്ടാ ഒരാൾക്ക് കയറാൻ. സെറ്റാണ് ഞങ്ങൾ സെറ്റാണ്. പ്ലെയിൻ ക്രാഷ് ഒക്കെ ടർഫ് മെറ്റൊന്നും പറയാനൊന്നും ആയിട്ടില്ല. സോൺ ഇത്രേ ഉള്ളൂ കണ്ടോ. സോണിനകത്തല്ല അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ സോണാണ് ഇവിടെ നോക്കണം നമുക്ക്. ചുമ്മാ പറയാതെ ഇവിടെ നമുക്ക് നല്ല സ്ഥലം ഇവിടെ ഇത് ഇവിടുന്ന് മാറുമല്ലേ ഇനി മാറണ്ടി വന്നാ മാറാം. എടാ ഇവിടെ ഫൈറ്റ് വരുവാണെങ്കിൽ അവരിപ്പോ വരും അവര് സോൺ വരുന്നുണ്ട്. അപ്പുറത്തെ പോകത്തുള്ളൂ. ഞാൻ ഇറങ്ങി അങ്ങോട്ടേക്ക് പോണേ. വണ്ടി ബാക്കി എല്ലാരും ഇറങ്ങിക്കോ. ഇവിടെ ബാക്കിൽ നോക്കണം ടീമിന്. ഒരുത്ത ലെഫ്റ്റിലോട്ട് പോയടാ. ഞാൻ പറഞ്ഞ പോലെ ഈ താഴത്തെറിച്ചൊരു വണ്ടി പെട്ടെന്ന് പോയി വണ്ടി പോടാ. തിരിച്ചിങ്ങോട്ട് തന്നെ വരെ അവിടെ ഫൈറ്റ് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും ഈ ടോപ്പ് എടുക്കണോ? ഇവിടെ വേണ്ടല്ലോ. ഇതിപ്പോ സോൺ ഔട്ട് ആവുമോ? ലാസ്റ്റ് ഫൈറ്റ് നല്ല കൂട്ടടിയോ നോക്കണേ. പയ്യെ കളിച്ചാൽ നമ്മള്. ഒരു വണ്ടി പോണ എടാ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഈ പറയണതുപോലെ ഈ ഇതുപോലത്തെ ഹൈറ്റിൽ തന്നെയാണ് സോൺ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ബൈഫുട്ട് തന്നെ കളിക്കാം. വണ്ടി പിന്നെ വേണ്ട, എടുക്കണ്ട. അല്ല ഇതിപ്പോ ഈ സ്ഥലമില്ല ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇവിടെ ആളുണ്ട്. ഈ മാർക്കട്ടോ ടോപ്പ് 3 വണ്ടി. വണ്ടി ഉള്ളവരെ വെച്ച് ബാക്കി മാക്സിമം ഇവിടെ ഓൺ ഫുട്ട് ഇറങ്ങണം. അടിച്ചോ നിങ്ങൾ നിന്നടിച്ചോ. എനിക്കൊരു ബേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡ് ഈ മലയില്ലേ, ഈ മലയിൽ നിന്ന് ചിലപ്പോ ഒരു വണ്ടി വന്നിട്ട് നമ്മളെ ബേറ്റ് ചെയ്യിപ്പിക്കും. എനിക്ക് ഞാനിവിടെ ഇറക്കി വിട്ടു. ഞാൻ RGB നിൽക്കാൻ പറ്റി. അവിടുന്ന് അവന്മാര് കയറി വരുവാണെങ്കിൽ സോൺ അടിക്കൂടാ. മോബി അവന്മാർക്ക് അവിടെ നമ്മളെ പുഷ് ചെയ്യാനും പറ്റും. എനിക്ക് തോന്നുന്നില്ല ഈ 3 വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കൊരു അങ്ങനെ ഫീൽ തോന്നുന്നു. നമുക്കൊരു പുഷിന് വേണ്ടിട്ടാണ് അവന്മാര് ഈ 3 വണ്ടിയാണ് നീ പറഞ്ഞ ഈ മാർക്ക്. നോക്കണേ. സ്റ്റോൺ വരുന്നുണ്ട്. നോക്കണേ വണ്ടി ഫ്രണ്ടിൽ വണ്ടി നമുക്ക് ഈ റിഞ്ച് വണ്ടിയുടെ ഒന്ന് ഫ്രണ്ട് വന്ന് ഇടല്ലേ ഇടിച്ചു തെറിക്കും കേട്ടാ. എടാ അങ്ങനെ സോൺ വരുവാണെങ്കിലേ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാര് പോയി റിഡ്ജ് കളിക്കണം. ഈ റിഡ്ജില് നമ്മുടെ സോണെ വില്ലുമോനെ സോൺ ഇവിടെ വരെ ടച്ച് ആവും മിക്കവാറും. ഇതല്ലെങ്കിൽ ഇതിന് താഴോട്ട് ടച്ച് ആവും സോണ്. അവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഞാൻ ഹൈറ്റ് എടുത്തോളാം. മനസ്സിലായോ? നമ്മള് സോൺ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ വന്ന് ഹൈറ്റ് എടുത്തോളാം. ഇല്ലെങ്കിൽ നമ്മളെല്ലാരും സ്നൈപ്പ് മോബി എല്ലാരും ഗോൾ പറഞ്ഞ അവന്മാരെ കളിക്കണേ. നമ്മുടെ ഇപ്പോഴത്തെ IGL എന്തായാലും ഇപ്പൊ കറന്റ്ലി ടിവിയുടെ IGL എന്ന് പറഞ്ഞാൽ ബ്രാവോ ഒന്ന് കഴിച്ചോ. സോൺ ഇങ്ങോട്ട് വരുന്നുണ്ട്. നോക്കണേ. ഇവിടെ വണ്ടി ഉണ്ട്. പിങ് നോക്ക്. അവിടെ വണ്ടി ഉണ്ട്. പൊച്ചക്കകത്ത് അവന്മാരായിട്ട് ഫൈറ്റ് ആവുകയാണെങ്കിൽ ഹൈറ്റിൽ കുത്തിച്ചടിക്കണേ. എന്റെ പിങ് നോക്ക്. ഇവിടെ പൊച്ചക്കകത്ത് ഇരിക്കുന്നുണ്ടാ. എന്റെ പിങ് നോക്കളിയാ ബാക്കില്. നിങ്ങളിപ്പോ അടിച്ചോണ്ടിരിക്കുന്ന കെവിൻ സിറ്റി വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ റീബിൽഡിന് ശേഷം ഒരു 10 ദിവസം സിറ്റിയിൽ കണ്ടിട്ടുണ്ടോ കെവിനെ? ഇപ്പൊ കറന്റ്ലി നമ്മളെ ലീഡ് ചെയ്യണത് നീലനുണ്ട്, പാപ്പനുണ്ട്, മോബി ഉണ്ട്, സ്നൈപ്പ് ഉണ്ട്. അവരോരോരുത്തർ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്തോളൂ. അത് പണിയാവും. നമുക്ക് അന്ന് പുഷ് എടാ നമ്മൾ ഈ പൊസിഷൻ വിട്ടുകൊടുത്താ ഇവിടെ DNS പിടിക്കും ഉറപ്പാ. അതാണ് ബെറ്റ് ഞാൻ പറഞ്ഞത്. എന്നാ ലൈക്ക് നമ്മളിനി സോണ് താഴോട്ട് വരുവാണെങ്കിലേ താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുമ്പോ നമുക്കൊരു താഴത്തോട്ട് വരുവാണെങ്കിൽ നേരെ ബാക്കിലോട്ട് വിട്ടു. സ്റ്റോപ്പിന്റെ നേരെ വണ്ടി എടുത്തു. ഷോപ്പിന്റെ ബാക്കിലോട്ട് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ്.
എഡ്ജിന്ന് പിന്നെ പുഷ് ചെയ്ത് കളിക്കുക, അതാണ് നല്ലത്. നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആള് വരും കേട്ടോ മോബി. പക്ഷേ ഷോപ്പിനോട് ആളുണ്ട്, യൂട്യൂബ്സിന്റെ അവിടെ ആളുണ്ട്, നമുക്ക് എടാ മോബി എന്താ സീനെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അനേക്കാൻ DNS പുഷ് നീ അവിടെ നിക്കണുണ്ടാവന്മാര്. സോൺ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടുന്ന് പോവാ താഴോട്ടാ പോകുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ TJ പുഷ് ചെയ്തെടുക്കാം. കാരണം അന്നേരം അവന്മാര് സോൺ ഔട്ട് വരത്തില്ല DNS. ഈ പിങ്ങിലൊരു വണ്ടി ഇരിക്കുന്നത് അത് കണ്ടോ? അത് റേഞ്ചിന്റെ എത്രയും എടാ ഈ യൂട്യൂബ്സ് ഒക്കെ ഓപ്പൺ ആക്കി ഇട്ടേക്കുവാണോടാ ഇവിടെ? റേഞ്ചില്ല എത്തുന്നില്ല. എടാ യൂട്യൂബ്സിന്റെ അവിടെ ആണെന്ന് ഈ ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ സോൺ പോണത്. അണ്ണ അതാ ഞാൻ പറഞ്ഞത്, ഈ റിച്ച് മിക്കവാറും സോണായിരിക്കും. ഈ റിച്ച് അതാണ് ഞാൻ പറയാനറിയാ. രാത്രി ഈ റിച്ച് ഇവിടെ വണ്ടി കുത്തിട്ടൊന്ന് അടിച്ചേ. റിഡ്ജ് പിടിക്കുമെന്ന് തോന്നി. അമരത്താട്ടിയാ വരുന്നേ. അത് ചെയ്താലും അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവന്മാർക്ക് ഇങ്ങോട്ട് കയറാന്നുള്ളത്. അടിക്കുന്ന താഴെ വില്ലുമോനാണ്. വില്ലുമോന് തൊട്ട താഴെ ആളുണ്ട്, അവനെ AKM vs മാഫിയ. ഒരു കാര്യം ഇപ്പൊ നോക്കണേ പറഞ്ഞ യൂട്യൂബ്സിനെ മണ്ടയ്ക്ക് ആൾക്കാരറിയാ. പറന്നൊന്ന് നോക്കട്ടെ, പറന്നൊന്ന് ശ്രദ്ധിക്കേ. യൂട്യൂബ്സിനെ മണ്ടയ്ക്ക് പറന്ന് ഇറങ്ങിയേക്കണ ആൾക്കാർ അത് നോക്കുന്നേ. ആ കുഴപ്പമില്ല, നമുക്ക് ആ ലൈഫ് ഉണ്ട്, നീ ആലോചിക്കരുത്, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മള് വരുന്നത് അവന്മാരുടെ മൂട്ടിലായിരിക്കല്ലടാ. എടാ ഇനി തിരിച്ചു വരുന്ന കാര്യം നോക്കണ്ടടാ. ഇനി തിരിച്ചു വന്നാൽ നേരെ എല്ലാം മറ വായിലോട്ട് ഏറെ തന്നെ ചാവാനേ പറ്റുള്ളൂ. മനസ്സിലായി? ഈ ലൈഫ് ഇതിനു മുമ്പായിരുന്നു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇന്നലത്തെ പോലെ പൊഴുത്തിയാവും. ഇനിയുള്ള 2 ലൈഫില്ലേ അത് ഏറെ തന്നെ ചാവും. മനസ്സിലായ? അതാണ് അടുത്ത സംഭവിക്കാൻ പോണേ. വേറൊരു ടീം ഫൈറ്റ് അതെ ഈ ലെഫ്റ്റിലുള്ള ഇപ്പൊ ഇല്ലേ നമുക്ക് DNS നമ്മള് തേർഡ് പാർട്ടി അടിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഈ വേറെ ടീമുള്ളോട് DNS മേടിക്കും. നമുക്ക് പയ്യെ ഇറങ്ങാടാ മോബി, നമുക്ക് പയ്യെ നിലത്തോട്ട് ഇറങ്ങണം. സോൺ വരട്ടാ. ഒരു ടീം വരുന്നുണ്ട്, ഇങ്ങോട്ട് കയറി ഇവിടേക്ക് വരുന്നുണ്ട്. അവളോട് കേട്ടിക്കല്ലേ, അവളോട് കേട്ടിക്കല്ലേ, അവളോട് കേട്ടിക്കല്ലേ. ഇറങ്ങി ലെഫ്റ്റ് നോക്കണേ. റിച്ച് നോക്ക് ഇതാരാ.
DNS ടൈമിൽ നിങ്ങൾ പുഷ് ചെയ്ത് നോക്കണേ. ബാക്കി വണ്ടികൾ എന്റെ കൂടെ നിൽക്കാൻ നമ്മളെ പണ്ടേ. എടാ അമര ഈ മല കയറി വന്ന് ഇങ്ങോട്ടൊന്ന് എല്ലാരും ഈ മല വന്ന് ഇങ്ങോട്ടൊന്ന് എല്ലാരും എന്റെ മാർക്കൊക്കെ ഇപ്പൊ ആ മറ്റേ അടിച്ച് ടയറില്ലേ മേളിലാണോ അമര അവിടെ ആ AKM ആ എടാ പയ്യെ ഇറങ്ങാടാ നീ സോണ ഒരു വണ്ടി താഴെ എന്റെ അടുത്ത് ഒരു വണ്ടി നീ അവിടെ പോക്കോ താഴെ മുട്ടനടിയേ എന്റെ റോട്ടിലടിയായി. ഇവിടെ ആണ്ടിട്ടാ ഇവിടെ കൊടുത്തു. ആശ ഒരുപാട് അങ്ങോട്ട് പോലെ താഴെ തിരിച്ചു എടാ വേണ്ട ആശവാ അടി എനിക്കെന്തോ ഫ്ലിപ്പ് ചെയ്യടാ എനിക്കെന്തോ KV അടി നിങ്ങൾ അടിക്കുന്ന എത്തുന്നില്ല ടമ്മേളിന്ന് ഇത് സോണ് വരുന്നത് ജുഗ്രുവിന്റെ അടുത്താണേ. എടാ DNS പയ്യെ റൈറ്റ് എടുത്ത പാരച്യൂട്ട് റൈറ്റ് ഞാനിവിടെ ഇവിടെ സെന്ററിൽ ഇപ്പൊ ഇവരോട് നിൽക്കുവാണേ. എന്റെ പിങ് കാണുന്നുണ്ട് റൈറ്റിൽ വരുന്ന പാരച്യൂട്ട് കൊണ്ട് അവന്റെ പാരച്യൂട്ട് ഇതായി ഇനി എത്തൂല എടാ മോബി ഇതാരാ വില്ലുമോനാണ് ഈ അടിക്കുന്നത് തിരിച്ചു കയറി എടാ DNS വണ്ടി എടുത്തടാ ഇതുവഴി വരുന്നത്. അത് അവനടിക്കാൻ സോണ് ജുഗ്രുവിന്റെ അടുത്താണേ നമ്മുടെ കളി. ഈ മാർക്ക് നോക്കടാ ഈ മാർക്കുള്ളവരെ അടിക്കാൻ പറ്റുമോ നോക്കിയൊന്ന് ജസ്റ്റ് ആര് കയറിയായിരുന്നു? ഒന്നും കണ്ടൂടാ. ഇവിടെ കയറി കവർ ചെയ്യടാ താഴത്തുള്ളവര് ഒരുത്തനെന്തോ കയറി വന്നു തോന്നുന്നു. ബാക്കിയുള്ള പോറ്റിക്കകത്ത് കാണും പോറ്റിക്കകത്ത് ഈ സമയത്ത് നിങ്ങൾ ഡിസ്ട്രാക്ട് ആവല്ലേ. താഴെ നിൽക്കുന്നവന്മാർ തിരിച്ചു ജുഗ്രുവിന്റെ ടീം തിരിച്ചു മുകളിലോട്ട് വന്നേ. മുകളിലുണ്ട് ഞാൻ മുകളിലുണ്ടാ ഇറങ്ങണ AKM ഇറങ്ങ അവന്റെ അടിയടവനാ ജുഗ്രുവിന്റെ ടീം താഴോട്ട് തന്നെ പോ. വില്ലുമോനെ താഴോട്ട് പോ. അവിടെ കേറി വരാൻ പറഞ്ഞേ അവിടെ നിൽക്ക് എടാ റൈറ്റ് നോക്ക് ഓപ്പണില് താഴെ വന്ന് ഒരു നാല് താഴെ വന്ന് എടാ സ്നൈപ്പർ നിന്റെ പിക്കടാ. ഇങ്ങോട്ട് വന്നിട സാവേജ് നീ ഇങ്ങോട്ട് സാവേജ് ഇങ്ങോട്ട് വന്ന് എന്റെ മാർക്കിന് ജുഗ്രുവിന്റെ അടുത്ത് നിൽക്കേ. അണ്ണനെ താഴെ കളിച്ചു. അണ്ണൻ ഇവിടെ നോക്കടാ ഈ മാർക്ക് നോക്കടാ എന്റെ മാർക്ക് ജുഗ്രു താഴെ ബാക്കിൽ പയ്യെ കളിച്ചാ മതി പോച്ചക്കത്തളെ 3-4 പേരെയൊക്കെയാ പാവങ്ങള് എടാ പറന്ന് ഇവിടെ വന്ന് ഇറങ്ങോട്ടെ. ഇവിടെ എപ്പോഴും നോക്ക് സാവേജ് നീ നോക്കണേ സാവേജ് നോക്കണേത് സ്നൈപ്പർ നീ വണ്ടി തന്നെ സ്നൈപ്പർ ഒരു കാര്യം ചെയ്യണം. നീ വണ്ടി തന്നെ നിൽക്കണം. താഴെ സപ്പോർട്ട് വേണ്ടി അപ്പത്തിന് സ്നൈപ്പേ നീ വണ്ടി കയറി. സ്നൈപ്പർ വണ്ടി കയറി. അത്ര സ്നൈപ്പർ തായ്ക്കൊണ്ട് കുത്തിച്ചോ. നീ സ്നൈപ്പ് വേണം. എവിടെ കൊണ്ട് കുത്താൻ നമ്മളെ ജുഗ്രു കളിക്കുന്ന സ്ഥലം പിങ് അവിടെ ബാക്ക് നോക്കി കേൾക്കണേ. എടാ ഈ പോച്ച മൂവി എന്റെ വീട്ടില് ആ പോച്ച ഒരുത്തിരിക്കുന്നേ. കൊടുത്തു മണ്ണൊക്കെ നിങ്ങൾ മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ ബാക്ക് സ്റ്റെപ്പ് നോക്കി നിൽക്കാം കേട്ടോ. ബാക്ക് സ്റ്റെപ്പ് വരാം. പയ്യകളി നമ്മുടെ കളി ജുഗ്രു ഞാൻ ഒരു കാര്യം വിടാം. നിന്റെ ടീമിന്റെ കളി അത്ര കൊടുത്തോളാം. ഇനി ഈ മാർക്കിലുണ്ട് ഇനി
നിങ്ങളിപ്പോഴും പയ്യെ കളിച്ചാൽ അടുത്തത് DNS ആണ്. അടുത്ത DNS ആണ് നമ്മളെ കളിയാണ്. പണ്ണാൻ പറ്റുമവരെ, നമുക്ക് പണ്ണാൻ പറ്റിയവരെ അതേ മണ്ടയ്ക്ക് പറഞ്ഞിറങ്ങും. ആറടിക്കലേ, ക്ലോസ് ചെയ്തിട്ട് ആറടിക്കലേ നോക്കണേ. അമരല്ലേ അത് അമരല്ലേ അത് നിങ്ങളുടെ മൂട്ടിയാ നിങ്ങളുടെ താഴെ കൊടുത്തു ഒരുത്തം കൊടുത്തു അല്ല അവൻ അങ്ങോട്ട് ടൈപ്പും ചുക്കറും ടീം നോക്കി കളിക്കണേ. പയ്യെ കളിക്കണേ. അധികം പീക്കല്ലേ. പയ്യെ കളി. റൈറ്റ് ആൾക്കാരുണ്ട്, പിങ്ങില് ആൾക്കാരുണ്ട്. വെയിറ്റ് ചെയ്ത് പയ്യെ കളി. നമ്മുടെ റിച്ച് കവർ വന്നേ. കോച്ചക്കകത്ത കാറിലും ഉണ്ടോ? നല്ല ഡൗട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ ഒരുത്തരുണ്ടായിരുന്നിട്ടാ പറഞ്ഞിറങ്ങണേ. എടാ ക്ലിയർ ആയ സൈഡ് എന്ന് പറഞ്ഞിരിക്കലടാ, പറന്നിറങ്ങുവാടാ. മണ്ടേ തന്നെ നിൽക്കേ. ഈ മണ്ടേ നിൽക്കുന്ന ടീമാരൊക്കെ ഗോക്കു അല്ലേ? എന്റെ മാർക്ക് കണ്ടാ ബൈഫൂട്ട് വരണേ. വണ്ടി എടുത്തോണ്ട് വരണേ. ബൈഫൂട്ട് വരണേ. നീ വണ്ടി തന്നെ ഇരുന്നോ? ഡ്രൈവർ വണ്ടി തന്നെ ഇരുന്നോ? ബാക്കി രണ്ടു മോള് നിന്നാ മതി. ഈ കോളേക്ക് ഇവന്മാരില്ലേ ഇവിടെ ഇരിക്കണവന്മാര്, ഇവന്മാര് നമ്മളെ തള്ളും. അവന്മാര് പെട്ടെന്ന് തള്ളും. അവന്മാര് പെട്ടെന്ന് തള്ളും. ഇവരും തള്ളും. നമ്മൾ പയ്യെ കളിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈറ്റ് എടുക്കുന്നത്. എടാ ഈ പോച്ചെ കൂടെ വരാൻട്രാ ആശേ, അടിക്കാണ്ട് വരും. ഈ പോച്ചക്കകത്ത് ആളുടെ നോക്കുന്നുണ്ട്. ഗോക്കും ചിണ്ടിയുണ്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിക്കണേ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ നിക്കണേ. ഞങ്ങള് ബുള്ളറ്റ് ഉണ്ടോടാ ഇനി? 4000 ബുള്ളറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കളിയാണ്. ഇത്രേ പറയുള്ളൂ. നമ്മുടെ കളി കൊണ്ടുപോയി കൊടുക്കില്ല. നമ്മുടെ കളി എങ്ങും കൊണ്ടുപോയി കൊടുക്കുന്നില്ല, ഇവിടെ തന്നെ. എടാ അടിയിട്ടത് വന്നു കേട്ടോ അവന്മാര്. ഞാൻ വിളിച്ചപ്പോ തന്നെ നിക്കണ്ട, ഓടി കളിച്ചാ മതി. ആളുണ്ടോടാ വണ്ടിയുടെ അവിടെ? എനിക്ക് എവിടെ നല്ല അടി വന്നടാ. ഇപ്പൊ സോണ് വരിക. നമ്മളെ മറ്റേ ആൾക്കാർ വരിക. എനിക്ക് കിട്ടുന്നില്ല ഇപ്പൊ. ഇല്ലടാ പയ്യ കളിച്ചു. നമുക്ക് വണ്ടിയിട്ട് കവറിട്ട് കളി. വണ്ടി കവറിട്ട് കളി. നിങ്ങള് ഈ താഴെ നിൽക്കുന്നവര് വണ്ടി കവറിട്ട് അതേടാ ഇവന്മാര് ഇവിടെ കുത്തി. അത്ര റേഞ്ച് കാണത്തില്ലടാ നമുക്ക്. ഗണ്ണ തിരിച്ചു മണ്ടേക്ക. നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ടയറൊക്കെ അടിച്ചോട്ടിക്കണം. റൈറ്റിലുള്ള ടീം ഡൗൺ ആയോ? ഇല്ല വെയിറ്റ് ചെയ്ത് ഒരുപാട് താഴെ പോലെ സോമരത്തുള്ളൂ. വിഷം പോണുണ്ട്. എന്തായാലും കേറി പറഞ്ഞേ. അമരിപ്പ കയറി അവിടുന്ന് അടി കിട്ടുന്ന നല്ലോണം കയറി വരണം. കിണ്ടി നിങ്ങൾ ബൈഫുട്ടുന്നോ? നിങ്ങൾ ബൈഫുട്ടുന്നോ? കിട്ടി താങ്ക് യു. അടിക്കോ മരി. ഈ DNS നോക്കിക്കോണാടാ. അല്ല അവന്മാർക്ക് എങ്ങനെയാലും
താഴത്തേക്ക് ഇറങ്ങി വരും കിണ്ടി താഴോട്ടോ കിണ്ടി താഴോട്ടോ കിണ്ടി താഴോട്ട് കിണ്ടി സോണ് വരുന്നത് അളിയാ അളിയിട്ട് ആരാ ഞാൻ ഒന്ന് കയറി പോയാന്ന് അടിക്കില്ല നൈസ് സാവേജ് കേൾക്കുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞ ഏതോ ഒരു സൈഡിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. കിണ്ടി കവർ കിണ്ടി കത്തിപ്പോയി ഈ ടീച്ചേനെ അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് DNS നോക്കിയാൽ മതി കേട്ടോ. അവന്മാര് ചിലപ്പോ ഈ താഴെ ടീം ഏതാ മഴ നീ ഇവിടെയുള്ളവന്മാരെ നോക്കണം ചുക്രു ഉള്ളവന്മാരെ നോക്കണം ചുക്രു ഉള്ളവനെ നോക്കണേ ആരുടെ അടി കൂടെ പോകുന്ന അടി മേടിക്കുന്നേ ക്ലോസ് താഴ്ന്ന പോസ്റ്റ് ഉണ്ട് നമ്മൾ നോക്കിക്കളി അയ്യോ എടാ മയില് എടാ ഞാൻ താഴെ വീണടാ താഴെ വീണടാ എടാ പറ വണ്ടി എടുത്തിട്ട് DNS പുഷ് ചെയ്തിട്ട് വരുള്ളൂ വാ എടാ ബിൽഡിംഗ് കൊണ്ടേ കുത്തറാളിയാ ബിൽഡിംഗ് കൊണ്ടേ കുത്താം വാ എല്ലാരും വാ ഇനി ഞാൻ പുഴുത്ത് കേട്ടാ ഞാൻ പുഴുത്ത് എടാ ഞാൻ പുഴുത്ത് കേട്ടാ ഇല്ലടാ ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ലടാ ഒന്നും ചെയ്യാനില്ല ഇതെന്തുവാടാ ഇതെന്ത് പറയും മയില് ലാസ്റ്റത്തെ ബഗ് ആടാ എന്റെ നിങ്ങൾ കണ്ട് ഞാൻ സോണിനകത്തായിരുന്നു പെട്ടെന്ന് വെളിയിലോട്ട് പോയി ഇതെന്ത് പറയും ഒരു മിനിറ്റ് അഡ്മിനിലെ എൻ്റെ ഹെൽപ്പ് ഇടയില്ല ഇല്ല അതൊന്നും കേറ്റൂലടാ ഞാൻ ഉറപ്പായിട്ട് ഇനി അതൊന്നും കേറ്റൂല ഇനി സംസാരിക്കാൻ പോയ വെറുതെ ഇതാ SBBനെ കണ്ടേട്ടാ ഇല്ല കൈസ് ഈ ലാസ്റ്റ് ടൈം കയറത്തില്ല കൈസ് അവർ കയറത്തില്ല അത് വേണ്ട കുഴപ്പമില്ല പോട്ടെ ഇനി എനിക്ക് അവിടെ പോയിരുന്ന് കരയാനും ഇതാക്കാനും വയ്യ ചത്ത് പോട്ടെ എനിക്ക് അവിടെ നോക്കാം ആരാണ് വിൻ ചെയ്യുക കളിക്കാൻ കളട്ടെ ക്ലൈമറ്റ് ചേഞ്ച് അത് വിൻഡ് വന്നതാണെന്ന് എനിക്കറിഞ്ഞൂടാ അതെങ്ങനെയാണ് അപ്പുറത്തും ഇപ്പുറത്തും മറ്റേ മലേനെ മണ്ടയിരുന്നിട്ടും ഇവരൊന്നും അനങ്ങുന്നില്ല കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഓ KV സർവൈവ് ചെയ്തിട്ട് അവിടെ വരെ ഡോമിനേറ്റഡ് ഒരു TV ഒക്കെ തോന്നുന്നു എനിക്ക് TV ഒക്കെ വിക്ക് കൂടുതൽ TV 26 ഇല്ല
അത്ര ഉള്ളടാ മക്കളെ. പിന്നെ പിക്കിനല്ല കളി. ഇല്ല അതും കൂടി ജയിക്കണ്ട, ആലോചിക്കണം. ഇങ്ങനെ അടിച്ചാൽ മതി. നമുക്ക് സേവേജ് ജയിക്കണ്ട. അടുത്ത പിക്ക് DNSലെ സാവില് അടിപൊളിയാടാ മോനെ. വന്നിറങ്ങിയ ഇവിടെ ദേ ഈ സമയത്ത് ഇവന്മാർ ഇപ്പൊ അടിക്കണം കേറി. ഇവന്മാർ ഇപ്പൊ കേറി അടിക്കണം. ആരൊക്കെയോ വന്നിറങ്ങുന്നുണ്ട്. ഓ TV ഫുള്ള് ഇതേ കറങ്ങി പോകുന്നുണ്ട്. കറങ്ങി അങ്ങ് പോകുന്നുണ്ട്. അടിയടാ മക്കളെ ഇവനെയൊക്കെ. വിഷയം കളി. അടിയടാ ഇവനെയൊക്കെ. അവനൊക്കെ 1 HP DNS വെക്ക അടി. DNS ഇപ്പുറത്തൊന്നും കറങ്ങിയിരുന്നു. ഓ, ഓ ആഷ് ഡൗൺ. അടി ഇത് TV ഒക്കെ ഒരു ഇതാവല്ലോ, പണിയാവല്ലോ. ഇവന്മാര് rotate ചെയ്യടാ, DNS മേളിൽ കേറിയടാ. അടി ഇത് TV കുടുങ്ങിയ പോലെയല്ല. ആയി പെട്ട് ഏസ് ഡൗണ്, സ്നൈപ്പ്, മെസ്ബോയ് ഇപ്പൊ ഡൗൺ ആവുന്ന പോലെയുണ്ട്. മെസ്ബോയ് ഡൗണ്. DNSലെ അടുത്ത ഡൗണ്, സ്നൈപ്പ് ഡൗണ്, ഇസ്മയിൽ ഡൗൺ ആയിട്ടുണ്ട്. ഇസ്മയിൽ W. ഇനി 3 പേരും കൂടി TVയിലെ ബാക്കിയെല്ലാം റീസ്പോൺ ആയി വരുന്നേ ഉള്ളൂ. ഓ അടുത്ത ഡൗണ് വില്ലു ഡൗണ്, സേവേജ് ഡൗണ്, ജുഗ്രു ഡൗണ്. സീനില്ല. അതാരാ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നല്ലോ. സ്നൈപ്പ് ഇവിടെ തന്നെ വന്ന് വീണ് കേട്ടോ അവിടെ. അതില്ല രണ്ടാമത്തെ ലൈഫ് നോക്കണ്ട. ഫസ്റ്റ് ലൈഫേ ഉള്ളൂ. രണ്ടാമത്തെ ലൈഫ് നോക്കണ്ട. നിങ്ങൾ കൊണ്ടുപോയാ രണ്ടാമത്തെ ലൈഫ് നിങ്ങൾ നോക്കല്ലേ. രണ്ടാമത്തെ ലൈഫ് ഒന്നും ചെയ്യല്ല. ഈ ഗണ്ണ് കയ്യിൽ വരാൻ തന്നെ 5 മിനിറ്റ് എടുക്കും. ഇവര് ഏസും പിന്നെ കക്കാശി ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. കക്കാശി മെസ്ബോയ് പറഞ്ഞു വേണ്ട. ഇതാണ് സംഭവം. ഇതാണ് ചില സമയത്ത് സംഭവം കണ്ട. പക്ഷെ ഒന്ന് അനങ്ങാൻ പോലും പറ്റണില്ല. പറ്റത്തില്ല. അങ്ങനെ കളിക്കുന്ന ഇതൊക്കെ പറ്റുള്ളൂ. മെസ്ബോയ് സോൺ ഔട്ട് പോയി ചത്തോട്ട്. അശ്വിനോപ്പി എടുത്തിട്ടുണ്ടാക്കില്ല. അശ്വിനോപ്പിക്ക് പോയി. ഇല്ല രണ്ടാമത്തെ ലൈഫിൽ കാര്യമില്ല. സ്നൈപ്പ് അവിടെ വീഴും. അവിടെ വീണ എല്ലാരും അടിക്കുന്നുണ്ട്. സ്നൈപ്പിനെ കണ്ടാരോ വില്ലുമോൻ സോൺ ഔട്ടായി. നൈസ് കളി, ഒന്നും പറയാനില്ല. അടുത്ത ആരോ ജുഗ്രു വന്നിറങ്ങുന്നുണ്ട് കേട്ടാ. ഇനി എല്ലാരോടും ഒരുമിച്ച് ഇങ്ങനെ പുഷ് ചെയ്യുള്ളൂ. DNS എടുത്തില്ലയോ? പാരച്യൂട്ടിന് അടി കൊള്ളുന്നു. പാരച്യൂട്ടിന് അടി കൊള്ളുമ്പോഴാണ് ജുഗ്രു ഉണ്ടാവും. കഴിഞ്ഞോ? ആരൊക്കെ വന്നിറങ്ങുന്നുണ്ട്. തിങ്സോ വിഷയം കളിയുടെ DNS എടുത്ത പോലെയാണ്. സെർവർ അങ്ങനെയല്ല. സെർവറിന്റെ അല്ല ബ്രോ, അത് അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. വലിയ ഇപ്പം തന്നെ ലൈഫൊന്നും ഇല്ല അവന്. അത് പോയി സോണോട്ട് പോയി ചാവും. ഇപ്പൊ ചാവും. ചത്തില്ലടാ. അവൻ എന്തിനാ ഇറങ്ങുന്നേ? പാരച്യൂട്ടിന് അടി കിട്ടിയാൽ അങ്ങനെയാ. DNS അങ്ങനെ ജയിച്ചിരിക്കുകയാണ്. സീനില്ല. നമ്മളിപ്പോ എത്ര രണ്ടാമതോ? DNS 43 കില്ല്. നമുക്ക് എത്ര കില്ലുണ്ട്? 3 കില്ല്. 33, 31, AKM 22. നമ്മള് സെക്കൻഡ്. വിഷയം കളി, ഒന്നും പറയാൻ. വെൽ പ്ലേഡ്. കേറി എല്ലാരും റൈറ്റ് റൊട്ടേറ്റ് ചെയ്തില്ല, അതാണ് പ്രശ്നം. ആ സമയത്തേക്ക് റൊട്ടേറ്റ് ഇറങ്ങി ബാക്കി എത്തിയടാ. സീനിൽ നല്ലപോലെ കളിച്ചു. കിടിലം കളിയായിരുന്നു. ആഷ് കുഴപ്പമില്ല. അവർക്ക് നമുക്ക് ഇതില് ലാസ്റ്റ് മറ്റേ പാരഷൂട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എടാ ഞാൻ താഴത്തെ അവന്മാരെ അടിക്കാൻ വേണ്ടി റോൾ ചെയ്തതല്ല. ഞാൻ ആദ്യം ചാവൂലാണ്. ഞാൻ റോൾ ചെയ്തപ്പോ ലെഫ്റ്റിൽ നിന്ന് താഴെ പോയി. നല്ല കളി. കുഴപ്പമില്ല. ആഷ് ടൂർണമെന്റ് നമ്മൾ ആഷ് അടിച്ചില്ലേ? കുഴപ്പമില്ല. നമ്മൾ ചുമ്മാ കളിച്ചൊരു ഇതല്ലേ. ഇത്ര അടിപൊളിയായിട്ട് കളിച്ച്. ആ ലാസ്റ്റ് ആ മൊമെന്റ് വരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലാസ്റ്റില് DNS എന്താ ലാസ്റ്റ് എടുത്ത കുറച്ച് കിൽസ് വരെ ഉള്ളു. അതുവരെ നമ്മളാ ഡോമിനേറ്റ് ചെയ്ത് നിന്നു കില്ല്. മനസ്സിലായ? കുറച്ച് ഇത് മാത്രമേ പറ്റുള്ളൂ. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കളിച്ച്. എല്ലാരും അടിപൊളിയായിട്ട് കളിച്ച്. നമുക്ക് 36 ഇല്ലെന്നുണ്ട്. 36 കുറവാണല്ലോ. എനിക്ക് എന്റെ അത്യാവശ്യം കില്ലുണ്ട്. 31 ഇല്ല അവർക്കും, 43 ഇല്ല അവർക്കും മറ്റവന്മാർക്ക്. പക്ഷെ ഈ 41 കില്ലായത് അവന്മാർക്ക് അതിൽ കുറവായിരുന്നു. നമ്മളെ അടിച്ച കില്ലാണത്. അത് കഴിഞ്ഞിട്ട് AKMന് 22 കില്ല്, SBBക്ക് 18 കില്ല്, TJക്ക് 18 കില്ല്, മാഫിയക്ക് 16 കില്ല്. കാണിച്ചടാ. എനിക്ക് 10 കില്ല. ഞാനിവിടെ അരമണിക്കൂർ സർവേ ചെയ്തണ്ണ ഈ മരുന്നടിക്ക്. അരമണിക്കൂർ
കാണുന്നില്ല ഇതോ എന്തി നീ എവിടെ നിക്കുന്നു? ഞാൻ ഇവരുടെ നടുക്ക് നീയായിരുന്നു ഒളിയോ വേടി അടിക്കി നോക്ക്. ഞാനിവിടെ അരമണിക്കൂർ സർവേ 5 മിനിറ്റ് സർവേ ആയിരുന്നോടെ. ഓ അടിക്കുന്നൊക്കെ ഉണ്ട്. ബോഡി വെതുക്കുന്നതിന്റെയാ. എടാ ഞാൻ ഇവിടെ 3 കില്ല് വാരി കളിയാ നിന്റെ കൂടെ വന്നിട്ട്. എടാ അവിടെ ഒരു 3-4 കേക്ക് കിട്ടിയായിരുന്നു ഇതിനുള്ളിൽ എനിക്ക് 2 പിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. കൊടുത്തവരെ പട്ടി ആരാടാ നീ അവരെ കൊടുത്തവര് ഇത്ര പേർക്ക്? ഇപ്പഴും ചത്തില്ല നീ. ഞാൻ അവിടെ 5-6 മിനിറ്റ് അവിടെ സർവൈവ് ചെയ്തു. ഞാൻ എന്റെ അമ്മോ പണിയാണോ ഞാനവിടെ എന്തൊക്കെ കാണിച്ചിരിക്കണം. അവന്മാർക്കൊന്നും വെടി വെക്കാൻ അറിഞ്ഞോടേ. ഞാൻ നോക്കുമ്പോ അതിന്റെ മറ്റേ ആ ചെറിയ മരത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഞാൻ ഇവരുടെ വായിക്കൊണ്ടൊന്ന് കുറിച്ച് അടിച്ചെണ്ണ അവരെ അടിച്ചങ്ങ് പോവരുത്. ഇവന്മാരൊക്കെ ഫൈനൽസ് വരെ ക്വാളിഫൈ ആയില്ല. നല്ല ടീമിന്റെ കളി കണ്ടില്ല. ഇതാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ ഫൈറ്റ് ആയിട്ടെ ഞാൻ ഇവരുടെ മുട്ടി നിൽക്കും. അതെ വേറെ കാര്യം പറയടാ. ഞാൻ വേറെ കാര്യം പറയടാ. ഇവര് നല്ല ഇമ്പ്രൂവ് ആയടാ TGA. അല്ല ഞാൻ സത്യം ഇവര് നല്ലതായിട്ട് ഇമ്പ്രൂവ് ആയി. ഇപ്പൊ അവിടെ കളിക്കുന്നതിൽ നന്നായിട്ട് കളിക്കുന്ന ഒരു ആ സെർവറെ കളിക്കുന്നതിൽ ഒരു നല്ല ഗ്യാങ് ആണ് ഇപ്പൊ ഇവര്. അത് ഞാൻ പറയാം. ഇവര് നല്ല ഇമ്പ്രൂവ് ആയി ഇപ്പൊ. TGA പറയാവോ? TGA അവര് നന്നായിട്ട് കളിക്കുന്നുണ്ട് അവിടെ. എല്ലാ വാർസിലും അവർക്ക് ഇപ്പൊ തോക്കുന്നില്ലെന്ന് മാത്രം അങ്ങനല്ല ഞാൻ പറയണേ. അവര് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പൊസിഷൻ ഡിസഡ്വാൻറ്റേജ് ആയി പോയി ബ്രാവോ. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് വലിഞ്ഞു വലിഞ്ഞു പോയതാ ബ്രാവോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ബ്രാവോ? അതായത് മറ്റേ ഇതുപോലെ തന്നെയാണ്. അതായത് ഒരു സൈഡിൽ നിന്ന് സോൺ ഇപ്പൊ നമ്മളിപ്പോ ഒരു സൈഡിൽ നിന്ന് സോൺ വന്ന് ടച്ച് ആയതിനു ശേഷം അതിന്റെ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് മാത്രമേ അകത്തോട്ട് വരുവുള്ളൂ. ഒരേ ഇതിലല്ല വരുന്നേ. മനസ്സിലായോ? അപ്പൊ നമ്മൾ നിന്നിടത്തായിരുന്നു അത്രയും നേരം സോണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ അതിന്റെ നേരെ നമ്മുടെ സൈഡിൽ നിന്ന് ശ്രിങ്ക് ആവാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അകത്തോട്ട് പോയേ പറ്റത്തുള്ള സിറ്റുവേഷൻ ആയി അവിടെ വരെ. അങ്ങനെ ഇതിന്റെ സോൺ മെക്കാനിസം. എന്റെ പേര് നോക്കണ എനിക്കൊരു മഴ വരുന്ന നോക്കിയപ്പോ ഈ വണ്ടി എടുത്തിട്ട് ഇവര് കോൾ എടുക്കണ കേക്കണ. അതാണ് വിഷയം. നമ്മളെ കൂട്ടത്തി വരുത്തത്. നമ്മളെ കൂട്ടത്തി വരുത്തത് വണ്ടി എടുത്ത് പോവുകയോ ഇവിടെ അണ്ണ ഇത് നോക്കിയേ. ഇപ്പൊ മഴ പെയ്യും. എനിക്ക് മഴയാ. ഈ സമയത്ത് ആകാശത്ത് നിൽക്കുവാണേ. നിന്നെ കണ്ടോണ്ട് എന്നെ എത്തിയതാണല്ലേ? അപ്പൊ തന്നെ പോച്ചേ കയറി. ഇത് മേളിൽ DNS അടിക്കണം. DNS അടിക്കണം. എന്നെ അടിച്ച് എന്നെ ഇതുപോലെ അടിച്ചു. ഞാൻ ചത്തിട്ടില്ല. ഞാൻ എന്നിട്ട് ചത്തിട്ടില്ല. എത്രയാണ് കിട്ടിയത്? മഴയാ. അത് പോപ്സ് എത്താ ആരും ഇപ്പൊ എന്റെ കയ്യിൽ ചാവും. അതെ അതെ അടിച്ചു. ഞാനൊക്കെ കാണുന്ന പോച്ച ഫുൾ ഞെക്കല. നോക്കിയില്ല. ഞാൻ 20 കേട്ടാ കോള് കേക്ക്. നിങ്ങള് കോള് കേക്ക്. എന്നിട്ട് വെടിവെക്കാൻ പറ്റില്ല കളിയാ. പറയണ സമയത്ത് നീ ആ ടൈമിൽ എല്ലാത്തിന്റെ ഹെൽമെറ്റ് അടിച്ചോണ്ടിരുന്നത് പോയി വാക്കച്ച കുത്തറായിരുന്നു. അതൊക്കെ ഹെൽത്ത് അടിച്ചിട്ടില്ലടാ നീ. ഒരു പിടി കൊള്ളിക്കാൻ വയ്യടാ മരിക്ക്. ഇതെന്താ ഹീല് കളിക്കുന്ന നീ? ട്രോള് മൊത്തം മറ്റേ ടീമാ. അല്ലേ ഇതൊന്നുമില്ല ഈ സമയത്ത്. എന്റെ എനിമീസ് ഇങ്ങനല്ലായിരുന്നേ. എന്റെ വെടിവെക്കുമായിരുന്നു അവര്. അയ്യോ ഇതെന്തിന് ഇത് കോള് കേട്ടോ. കണ്ടപ്പോ ഒരു കോള് പറയുന്നേക്കോ. എന്ത് നമ്മള് കാണിക്കും. ഇവ ഫ്രണ്ടിൽ കൂടെ ഓടിക്കളിക്കുക. നമ്മളൊന്നും ചെയ്തില്ലെന്ന്.
ഞാൻ ചാവൂല എന്നിട്ടും ചാവൂല ഇവിടെ. ആ ബ്രോ ഇത് എത്ര സമയം ഉണ്ട് കുറെ ഉണ്ടല്ലോ ഇത്. അല്ലെ ഈ 3 പേര് ആരാളിയ ഇത് ആരാ ഇവന്മാര്? അപ്പോഴത്തേക്ക് ബാക്കപ്പ് വന്നു കേട്ടോ. ഞാൻ കുറച്ചേരായിട്ട് ഇവിടെ രാഹുൽജോട് ക്രൈസ്റ്റ് അല്ല അവരും എല്ലാം തോന്നല്ലോ. കേട്ടാ ഞാൻ ഇവിടോട്ട് ഒരുത്ത് ഓടിപ്പോയി. ഞാൻ അവരെ നോക്കും. അവിടോട്ട് ഒരുത്ത് ഓടിപ്പോയി. ഞാൻ ചത്തോണ്ടല്ലേ മോവി നിന്നെ എവിടെ വെച്ചാ ഫ്രണ്ടിലെ മാറിക്കൊണ്ടേ. അവിടെ മോവി ഇവന്മാര് നമ്മൾ ഒരു 3 പേര് ഒരുമിച്ച് വന്നിരുന്ന ഇവന്മാരെ സർപ്രൈസ് അടിക്കായിരുന്നു. പിതുക്കി കൊല്ലായിരുന്നു ഒരുത്തൻ അനം കണ്ടിരുന്നവനെ. മോൾ അവനേട് മഴ വിടുവനെ അത്രേ ഉള്ളൂ. വെറുതെ വരുന്ന സൂയിസൈഡ് കണ്ട ഈ സമയത്ത് പോയിന്റ് അവിടെ ഞാൻ ചത്തത് അവിടെ. നൈസറാ. ഇപ്പൊ ഇവിടെ ഒരുത്ത വന്നിരിക്കുന്നത്. ആ 1 HP എന്തോ രക്ഷപ്പെടുന്ന അവിടെ വേറൊരു അടി വാങ്ങിച്ചു എന്റെ ഇടയിൽ കൂടെ. അത് കേവിയാ ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് പുഷ് ചെയ്യാം. ലെഫ്റ്റ് കുറച്ച് പേര് സർപ്രൈസ് ഇല്ല DNS വലിയ മുകളിൽ കയറി. ഇപ്പോഴാണ് അല്ല വില്ലുമോനെ ഞാൻ വില്ലുമോൻ ഒരു സങ്കടത്തിലാ ഗൈസ്. വില്ലുമോന്റെ രണ്ടാമത്തെ ചാനലും അടിച്ചു പോയി ഗൈസ്. ഞാൻ വില്ലുമോന്റെ ചാനലിലെ ലിങ്ക് ആത്മഹത്യന്റെ ഒരു വക്കീലാണ് വില്ലുമോൻ. ഒന്ന് സബ് ചെയ്യോ നിങ്ങളെല്ലാരും ഒന്ന്. അത് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഞാൻ അവസാനം 1.75K ചാനലല്ലേ ഇതിന്റെ പുതിയ ചാനല്. 1.75K 1000 സബേ ഉള്ളു വില്ലുമോന്റെ പുതിയ ചാനൽ. 1000 സബ്. എല്ലാരും ഒന്ന് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാരും അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ POV ഞാൻ ഇത് പറഞ്ഞുതരാം. നിങ്ങൾ കേറിയില്ലേ അങ്ങോട്ട് മേലോട്ട്? അതായത് നിങ്ങൾ റൊട്ടേറ്റ് റൈറ്റ് എടുക്കാൻ പോയില്ലേ? അത് കറക്റ്റ് മൂവ് ആയിരുന്നു. പക്ഷെ എന്താ പറ്റിയെന്നറിയാവോ? ഓൾറെഡി അവിടെ നിന്നവന്മാരിൽ 2 പേര് നിങ്ങൾ റൈറ്റ് കയറുന്നുള്ള കോള് കേട്ടോണ്ട് 2 പേര് ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി. പുകലിൽ നിന്ന് ആ റൊട്ടേഷൻ അവിടെ കട്ട് ഓഫ് ആയി. മനസ്സിലായോ ഗൈസ്? ലിങ്ക് വർക്ക് ആവുന്നില്ലെന്നോ? ലിങ്ക് വർക്ക് ആവുന്നുണ്ടല്ലോ. ഞാൻ വർക്ക് ചെയ്തല്ലോ. എനിക്ക് ലിങ്ക് വർക്ക് ആവാത്തവര് വില്ലു MW എന്നടിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടാൻ വില്ലു MWN. ഇത് അവസാനത്തെ ചാനലാണേ കുണേ. ഉണ്ടായിക്കോട്ടെ വന്നിട്ട് ആൾക്കാരോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ അവര് തൂറി എറിയില്ലേ പിന്നെ. ഹലോ എടാ സീൻ എന്ന് പറഞ്ഞാൽ നീല മറ്റേ പാരച്യൂട്ടിന് അടി കിട്ടുമ്പോ കൺട്രോൾ പോകൂലേ? അതാണ് പറ്റിയത് ലാസ്റ്റിൽ. അല്ല എനിക്ക് ഇവരുടെ കൂടെ ഇറങ്ങായിരുന്നു. ലാസ്റ്റിലുള്ള 10 HP ഞാൻ ഇറങ്ങണ്ടായിരുന്നു താഴത്തോട്ട്. 10 കില്ല് എടുത്ത് 10 കില്ല് അടിച്ച നീ. ക്ലിപ്പ് വാങ്ങിച്ചാരാ. സോറി 3.4K ആയോ? വില്ലുമനെ 3.4K ആയേ. സബ് ഗൈസ് എല്ലാരും സബ് ചെയ്യണേ ഗൈസ്. മടിയന്മാരാ നോക്കിയ 12,000 പേര് കണ്ടുകൊണ്ടിരുന്നേ 3000 പേര് പോയി സബ് ചെയ്തുള്ളത്. 4K ആയി. ഫുള്ള് 3.4K അല്ലേ? 3.5K എല്ലാം മടിയന്മാരാണേ. 11:15 മീറ്റിംഗ് കഴിഞ്ഞോ മിസ്റ്റർ എക്സിന്റെ? മീറ്റിംഗ് ഞാൻ ഞാൻ മുമ്പിയേനാട്ടാ. ഞാൻ വേറെ ഫോൾഡറിലൊക്കെ പോയി കിടക്കുന്നു. എന്താണ് 11:30 ഓക്കെ ഈഗിൾ ഗെയിമിംഗ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. എടാ അതൊക്കെ ഇനി സിറ്റുവേഷൻസ് ഒക്കെ വരട്ടെ. വരുമ്പോ നമുക്ക് എടുക്കാം. 11:30 കേറാം. അയ്യോ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഫംഗ്ഷൻ കാണുന്നുണ്ടോ? അയ്യോ ഒരു സെക്കൻഡ് പ്ലേ എടാ പെട്ടെന്ന് പ്ലേ ആണടാ. 8 മിനിറ്റ് ഉള്ള എനിക്ക് ഇതിനകത്ത് കയറണം. അണ്ണാ കണ്ണാണ്ടില്ല അപ്പൊ പെട്ടെന്ന് അത് 1 കില്ല അടിക്കണം. പാരഷൂട്ട് അത് കഴിഞ്ഞ്
ഇവനങ്ങ് കേറി മേടിക്കല്ലേ കുഴപ്പമായിട്ട്. നിങ്ങൾ മാത്രമേ അടിക്കുന്നുള്ളൂ. ഞാൻ ബാക്ക് സ്റ്റെപ്പ് നോക്കി നിൽക്കുക കേട്ടാ. ഞാൻ ബാക്ക് സ്റ്റെപ്പ് വന്നാൽ അപ്പൊ തന്നെ കോള് വരാം. പയ്യെ കളി നമ്മുടെ കളിയാണേ. പയ്യെ കളിച്ചോ. അവനെ കിട്ടിയ ഒരുത്തിനോടി ഞാൻ ഒരു കയറ് വിടും. അത് കിട്ടി. അയ്യോ അത് പോയാ. പയ്യെ കളി നമ്മുടെ കളിയാണേ. പയ്യെ കളിച്ചോ. അവനെ കിട്ടിയ ഒരുത്തിനോടി രണ്ടും കൂടെ കിടക്കുമായിരുന്നു. അതും കിട്ടിയേ. ഈ ജപ്പാനിന്ന് പേരുള്ള എല്ലാരും മണ്ടന്മാരാണ്. നമുക്ക് കേട്ടാ കോച്ചൊക്കെ കളിച്ചിരിക്കുന്നത്. അയ്യോ അത് ഇവരാണല്ലേ അവൻ ഞാനെന്നാ അങ്ങോട്ട് കോച്ചിനെ ഉദ്ദേശിച്ച് പറഞ്ഞാണേ. കോച്ചിനെ ട്രാൻ വേണ്ടി പറഞ്ഞാണ്. എടാ സോറി ഞാൻ കണ്ടില്ല കേട്ടാ. ഞാൻ ഇതെന്നാ കണ്ടു പെട്ടെന്ന് ചെയ്താ കണ്ടത്. സോറി ഞങ്ങളോട് മീറ്റിംഗ് അവരെ വണ്ടി എടുത്തേ. ഞാൻ പെട്ടെന്ന് ക്യാരക്ടർ അടി നല്ല കോർഡിനേഷൻ பேசி സംസാരിച്ചു விளையாடுறாங்க இந்த 10 பேரு. നല്ല നല്ല കൊലിച്ചു. டிஃபரன்ஸ் நல்லா தெரியுது. അത് കോച്ച് റേഡിയോ കയറാത്തോണ്ടാ. സിഗരറ്റ് റേഡിയോ കയറാത്തോണ്ടാ. மாபி நீ என்னடா பண்ண அந்த இடத்துல ஒரு റേഡിയോ കേറാതെ നിങ്ങൾ ഇവര് പറഞ്ഞ കോൾ എങ്ങനെ കേട്ടത്? டிஸ்கார்ட்ல സംസാരിച്ചില്ല കോച്ച്. ബിൽഡിംഗ് കൊണ്ട് കുത്തറാളിയാ. ബിൽഡിംഗ് കൊണ്ട് കുത്താം. വാ എല്ലാരും വാ. എടാ എന്റെ കൂടെ ആരായിരുന്നു വണ്ടി? എടാ നീ എന്റെ കൂടെ വന്നേ. ആ ഞാൻ ഞാൻ പറയട്ടെ, അല്ല അവന്മാര് മോബി അടിച്ചാടി എനിക്ക് കൊണ്ടത്. ഞാൻ നോക്കും ഡ്രൈവറെ കാണില്ല. ഇറക്കിയേക്കാൻ കാണുന്ന പോച്ചക്കടിയാ. എന്ത് ഒന്നും നോക്കിയില്ലേ, വെച്ചങ്ങ് അടിച്ച്. ഇനി ഇവിടെ ഇനി നമ്മൾ ഇവിടുന്ന് കറങ്ങുമല്ലോ. ഇനി ആ ലാസ്റ്റിലെ പാരച്യൂട്ടില് തന്നെ മരണം അടയുന്ന ആ ക്ലിപ്പോടൊന്ന് കാണിക്കണേ. അത് ക്ലിപ്പാ കാണിക്കണ്ട. റൈറ്റ് കയറാ വേറെ നോക്കണ്ട. നീ ഡൗണാ കേറി അടിക്കടാ. സാധനമൊക്കെ കൊടുക്കണ്ട ഇടയ്ക്ക്. അതും കൂടെ കേട്ടേ. കേറാ റൈറ്റ് കേറാ. ഇവിടെ എത്തുമ്പോ ഞാൻ ഇവന്മാര് എന്നെ ബാക്കിന്ന് അടിക്കും. ഇത് ഞാനേ ഞാൻ സിറ്റിലോട് കയറട്ടെ. എനിക്ക് കണ്ണെടുക്കാൻ പറ്റും. ഇതാരാണ് എന്റെ കൂടെ? ഇപ്പൊ ടൗൺ ഇവിടെ കുറെ പേര് വരും. എടാ വല്യമോനെ നീ ഇന്ന് അടിച്ചതിന് പകരം 4000 സബ്ബായേ. 4000 സബ് അത്ര ഉള്ള അത് കിട്ടിയേനെ. അത് പോയി ചാവുന്ന കാണിക്കത്തില്ല. ഇല്ല ലാസ്റ്റ് മറ്റേ പാരഷൂട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റേ അപ്പുറത്തോട്ട് പോയി. നമുക്ക് സിറ്റിലോട്ട് കയറട്ടെ. മറ്റേതങ്ങ് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് പടയം സെറ്റ് ചെയ്യാം. വരുന്നു ഹരി എന്റെ ലൈവ് ഒന്ന് നോക്കി. ഞാൻ എന്താ വരുന്നു, വെള്ളം എടുത്തിട്ട് വരുന്നു. ലൈവ് നോക്ക്. ഇതാ വരുന്നു. 2 മിനിറ്റ്. എല്ലാരും ഒന്ന് സബ് അടിച്ചേ പെട്ടെന്ന്. സബ് അടിക്കാനാ? ഇല്ല എന്റെ ചാനല് 4 കയ്യിലുള്ള എത്ര പേരുണ്ട് നോക്കട്ടെ. 11,000 പേരുണ്ടായിട്ട് 2 2K 3K സബ് ആയിട്ടുള്ളൂ. ഈ ബാക്കിലെ സബ് നിങ്ങൾ എന്താണ് സബ് അടിക്കാത്തെ? ഗൂഗിൾ പേ സെൻഡ് വെയിറ്റ്, നമ്പർ സെൻഡ് ചെയ്യാനല്ലോ. എന്റെ നമ്പർ ഒന്ന് സെൻഡ് ചെയ്തോ. ഇല്ല എന്റെ ലൈവില് നോക്കിയാ മതി. ആ നമ്പർ തന്നെയാ. വില്ലു MWN. പിന്നെ മോൻ തന്നെ. 4000 ബാക്കിയുള്ളവർ എന്താണ് സബ് അടിക്കാത്ത? നിനക്കൊരു സ്നേഹം ഉണ്ട് എന്റെ അടുത്ത്. നിങ്ങളൊന്ന് വിചാരിച്ചത് ഇപ്പൊ 10K അടിയാ. കുറച്ച് കൂടിയാവില്ല. 5K അടിയാം ഇപ്പൊ. വിശക്കുന്നു. அந்த மாபி பண்ணது செம்ம சீனடா.